നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട്, അതായത് രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിനെ കുറിച്ചുള്ള കുറേ അഭിപ്രായങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും നമ്മളെ പേഴ്സണലായിട്ട് വിളിക്കുകയുണ്ടായി, പേഴ്സണലായിട്ട് അയക്കുകയുണ്ടായി. അങ്ങനെയൊക്കെ ഒത്തിരി പേര്, പ്രത്യേകിച്ച് നമ്മുടെ അജയ്കുമാറിൻ്റെ കുട്ടിയില്ലേ അക്ഷരയുടെ ഡാൻസ് നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ടും വിളിച്ചു പറഞ്ഞു, അല്ലാതെ ഇൻബോക്സിലും മെസ്സേജ് അയച്ചു. അപ്പോൾ ഇനി മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതെ, നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് വിളിച്ച് പറയുന്നത് നമ്മുടെ 10 മണിപ്പൂക്കൾ ചാനലിന് ഗുണകരമാവില്ല. ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നിങ്ങളത് കമൻറ്റുകളായിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ അത് നമ്മുടെ ചാനലിന് മുമ്പോട്ടിലേക്കുള്ള വളർച്ചയ്ക്ക് സഹായകരമാവും. അതുപോലെ തന്നെ സരള അടിമാലിയുടെ ആ ഒരു ഇതിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അടിമാലിയിലില്ല. അപ്പോൾ സരള കുറേ നാളുകൾക്ക് ശേഷമാണ് അടിമാലിയിൽ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്നത്. അപ്പോൾ സരളയെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി, അതിനെക്കുറിച്ച് കുറേ അഭിപ്രായങ്ങൾ വന്നു. സരളയുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കമൻറ്റ് മുഖേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെയാണ് പറഞ്ഞത്. അതെ, നമ്മുടെ ഗ്രൂപ്പിൽ പല കൂട്ടുകാരും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അത് നമ്മളിനി ഒന്നുകൂടി പറയുന്നു, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ മാക്സിമം നമ്മൾ അതിനകത്തേക്ക് ആളുകൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് പാത്ത് പറഞ്ഞപ്പോഴാണ് ഞാനതിലേക്ക് വന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ എപ്പിസോഡ് ഗുരുവന്ദനത്തോടുകൂടി ആരംഭിക്കില്ലേ? അല്ല പ്രനേഷേ, നമ്മുടെ ചെയർമാനും സംഘാടക സമിതി ചെയർമാനുമായ സുബൈറിന്റെ അധ്യക്ഷ പ്രസംഗം. സുബൈറിന്റെ അധ്യക്ഷ പ്രസംഗത്തോടെ ആരംഭിക്കാം. ഓക്കെ, വളരെ നല്ല കാര്യം. അപ്പോൾ സുബൈറിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മുഖവുരയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കൂൾ ജീവിത കാലഘട്ടത്തിലെ വിദ്യാർത്ഥി നേതാവ്, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ തേടി പിടിച്ചുകൊണ്ടുവന്ന, ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് സുബൈർ. അതോടൊപ്പം തന്നെ സ്വദേശത്തും വിദേശത്തുമൊക്കെ ആയിട്ട് ഒട്ടേറെ ജീവിതാനുഭവങ്ങളുടെ സ്ഫുടം ചെയ്തൊരു വ്യക്തിത്വം എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ സുബൈറിനെ കുറിച്ച് പറയാനുണ്ട്, അല്ലേ? അതെ. പിന്നെ നമ്മുടെ കൂട്ടുകാരെ എല്ലാം തേടി പിടിക്കുന്നതിലെല്ലാം ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് ഒരുപാട് അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മുടെ. അതെ, ബിനോജ് നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ മിൽക്കയുടെ വീട്ടിലേക്ക് പോയ അട്ടയുടെ കടിയും 15 ദിവസം ഉണ്ടായിരുന്ന ചൊറിച്ചിലും ഒന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഇനി സുബൈറിന്റെ അധ്യക്ഷ പ്രസംഗത്തിലോട്ട് കടക്കാം. നമുക്ക് സുബൈറിന്റെ അധ്യക്ഷ പ്രസംഗം പ്രേക്ഷകരുടെ ഒപ്പം നമുക്ക് കാണാം. ബ്രിനേഷ് എന്നെ വിളിച്ചു ഒരു ദിവസം, ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. പക്ഷെ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു വാഹനവുമായിട്ടാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ പലരെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ പറയും, ഇന്നപോലെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ആൾക്കാരെയും ഇങ്ങനെ ചേർക്കുന്ന ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് അതൊരു ഹരമായി മാറുകയും ഓരോരുത്തരെയും അവരവരുടെ വീടുകളിൽ പോയി കണ്ടവരുണ്ട്. സമുദായ സംഘടനകളുടെയും വ്യക്തികളുടെ എല്ലാം സഹായത്തോട് കൂടിയിട്ട് ഏകദേശം 37 പേരെ ഈ കൂട്ടായ്മയിലേക്ക് എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായത് എന്ന് പറയുന്നത്, സൂര്യനെല്ലിയിൽ നിന്നും വരുന്ന ഒരു ശോഭ, ആ ശോഭയെന്ന് മാത്രമുള്ള ഒരു അഡ്രസ്സേ ഉള്ളൂ, വേറൊരു അഡ്രസ്സും ഇല്ല. സ്കൂളിൽ ചെന്ന് വെച്ചാൽ രജിസ്റ്ററിലൊന്നും അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. അവസാന ദിവസമാണ്, ഏകദേശം 2 ദിവസം മുമ്പാണ് ഈ ശോഭയുടെ അഡ്രസ്സ് കിട്ടുന്നതും. ശോഭേനെ നമ്മൾ അവിടെയുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വിട്ടു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 3 മണിയായി കഴിഞ്ഞപ്പോൾ ഈ ശോഭ 8 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു ഇതായിട്ട് അദ്ദേഹം അറിയിക്കുകയാണ്. ഞാൻ 3 മണിക്കാണ് അറിഞ്ഞത്. എനിക്ക് വളരെ വിഷമമായി പോയി. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 8 മണിയോട് കൂടിയിട്ടാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. വളരെ വേദനാജനകമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം പല മേഖലകളിലും പലരെ പോയൊക്കെ നേരി കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെയൊക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും 36 വർഷങ്ങൾക്ക് ശേഷം നമുക്കെല്ലാം ഇങ്ങനെ കൂടിച്ചേരാനുള്ള ഒരു സാഹചര്യം ദൈവം തന്നിട്ടുണ്ട്. നമുക്കിത് മരണകാലം വരെ, നമ്മുടെ ആയുസ് തീരുന്ന കാലം വരെ ഈ കൂട്ടായ്മ നമുക്ക് കൊണ്ടേ നടക്കാനുള്ള ഒരു അവസരം ഈശ്വരൻ നൽകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.
സുബൈറിന്റെ പ്രസംഗം നമ്മളിപ്പോൾ അങ്ങനെ ആസ്വദിച്ചു കഴിഞ്ഞു. അതെ, നമുക്ക് അടുത്ത എന്തിലേക്കാണ് പോകുക? ഇനി അടുത്തതായിട്ട് ചിത്രകലാ അധ്യാപകനായ അസീസ് സാറിന്റെ ഗുരുവന്ദനം പരിപാടിയിലോട്ട്. അതെ, ഗുരുവന്ദനം പരിപാടിയിൽ അസീസ് സാറിനെ പരിചയപ്പെടുത്തുകയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അസീസ് സാറിനെ ഇപ്പോൾ നമ്മുടെ ബാച്ചിൽ ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ചിത്രകല എന്താണെന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെ അതിലേക്ക് കൈപിടിച്ച് നയിച്ചത് അസീസ് സാറ് തന്നെയാണ്. ഓർക്കുന്നുണ്ട് അസീസ് സാറിന്റെ ക്ലാസ്സുകൾ? അടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പെൺകുട്ടികളെല്ലായിരുന്നു ഭയങ്കരമായിട്ട് ചിരിക്കും. അന്നേരം ഞങ്ങള് സാറടിക്കും, എന്നാലും ഞങ്ങൾ ചിരിക്കും. അതെ, അപ്പൊ നിങ്ങളുടെ തല്ലുകൊള്ളിത്തരം അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ ഒന്നുകൂടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും കഴിയും. ഞാൻ ഓർക്കുന്ന അതല്ല, ഒരു വട്ടം വരച്ചു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ അസീസ് സാറ് പൂച്ചയാക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പട്ടിയാക്കും. അങ്ങനെ ആ ഒരു വട്ടത്തിൽ തന്നെ നിരവധി സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു എന്നുള്ളത് അസീസ് സാറിന്റെ ഒരു പ്രത്യേകതയാണ്. അസീസ് സാർ ഇപ്പോൾ അടിമാലിയിലല്ല താമസിക്കുന്നത്, പത്തൂന് അറിയില്ലേ? അസീസ് സാറ് എവിടെയാണ്? അസീസ് സാർ പത്തനംതിട്ടയിലാണ്. അസീസ് സാർ അടിമാലിയിൽ വീടുണ്ട്, പക്ഷേ ഇപ്പോൾ അസീസ് സാർ സ്ഥിരമായിട്ട് താമസിക്കുന്നത് പത്തനംതിട്ടയിലാണ്. അപ്പോൾ അസീസ് സാർ എങ്കിലും വരാറുണ്ട്. നമ്മുടെ പരിപാടിക്ക് വേണ്ടി സാർ അവിടെ നിന്നാണ് വന്നത്. അതെ, ഉറപ്പായിട്ടും അസീസ് സാർ മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അസീസ് സാറിന്റെ ഗുരുവന്ദനം പ്രോഗ്രാം നമുക്ക് കാണാം. കാലഘട്ടം ഒരുപാട് മാറിയിരിക്കുന്നു, സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നിരിക്കുന്നു, നമ്മുടെ സ്കൂളിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു, നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലകളിൽ വിരാജിക്കുന്നവരുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഷാനവാസ് ഉൾപ്പെടെ, സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥി എന്ന് വേണ്ട എല്ലാവരും, ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവർ, ജീവിക്കാൻ വേണ്ടി പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ, അവരുടെ മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, എല്ലാവരും, അധ്യാപകർ എല്ലാവരും ഒത്തുകൂടുന്ന ഈ വേദി ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുളവാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്തോഷത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും പല കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേർന്നത്. ഓർമ്മ പുതുക്കുക എന്നുള്ളത് എന്തായാലും ശ്രമകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ഏറ്റെടുത്തിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഈ ധന്യ മുഹൂർത്തം, അതിൻ്റെ പിന്നിലുള്ള അധ്വാനം, ഇതെല്ലാം മനസ്സിലാക്കുകയാണ്. ഈ കൂട്ടായ്മ തുടരട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഈശ്വര കടാക്ഷമുണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസീസ് സാറിന്റെ ഗുരുവന്ദനം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകാരി ഓമനയുടെ ഒരു കവിതയായാലോ? ഉറപ്പായിട്ടും. ഓമനയുടെ കവിത ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും. അതെ, ഒരു പാട്ട് പിന്നെയും എന്ന് പറഞ്ഞ കവിതയാണ് ഓമന ഇത്. പക്ഷെ ഓമന അന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ആ പരിപാടിക്ക് വന്നത്. അവർക്ക് ശാരീരികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഓമന തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ആ കവിത. പക്ഷെ വളരെ നന്നായിട്ട് ഓമന അത് നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട്. ഓമന ഇപ്പോൾ ടൂറിസം മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ എസ് എൻ പുരത്താണ്. ഞങ്ങൾ മുമ്പ് അയലക്കാരായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് ഓമനയുടെ കവിതയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, പോകാം. ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്. ശ്വാസം വിട്ടു. ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട്, താരങ്ങളുണ്ട്, അപ്പാട്ടിലാഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുണ്ട്, കണ്ണീരുമുണ്ട്. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നു പോകേ, ഇനിയും പറക്കില്ല എന്നതോർക്കാതെയായി വിരിമാനമുള്ളിൽ പുണർന്നുകൊണ്ടേ. ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു
ചിറകിൻ്റെ നോവ് മറന്നു പോകെ, ഇനിയും പറക്കില്ല എന്നതോർക്കാതെയായി വിരിമാനമുള്ളാൽ പുണർന്നുകൊണ്ടേ, വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി. ഗ്രൂപ്പിൽ നമ്മുടെ കൂട്ടുകാർക്ക് ആകാംക്ഷയാണ്, ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഏതായിരിക്കും വരിക, ആരെക്കുറിച്ചാണ് വരിക, അത് എന്നെക്കുറിച്ചുള്ള പരിപാടിയാണോ എന്നൊക്കെയുള്ള നിരവധി സംശയങ്ങളും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ആ സമയത്ത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്താം. അപ്പോൾ അടുത്തത് നമ്മൾ ഇനിയും ഗുരുവന്ദനമാണ്. നമ്മുടെ മണിസാർ ആണ് ഗുരുവന്ദനത്തിൽ. അപ്പോൾ മണിസാറ് തിരുവനന്തപുരത്ത് നിന്ന് ഒട്ടേറെ അവശതകൾക്കിടയിലും തിരുവനന്തപുരത്തു നിന്നാണ് മണിസാറ് ഇവിടെ എത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് എത്തി എന്നുള്ളത് മാത്രമല്ല, മണിസാർ അതിനുവേണ്ടി നമ്മുടെ ചന്ദ്രഹാസൻ സാറിന്റെ വീട്ടിൽ തലേ ദിവസം വന്ന് താമസിച്ചിട്ടാണ് ഈ പ്രോഗ്രാം. പക്ഷെ നിർഭാഗ്യവശാല് നമ്മുടെ ചന്ദ്രഹാസൻ സാറിന് അന്ന് എത്താനും പറ്റിയില്ല, കുടുംബത്തിലൊരു മരണമായിട്ട് ബന്ധപ്പെട്ട് ചന്ദ്രഹാസൻ സാർ എത്തിയില്ല. എങ്കിലും മണിസാർ തന്നെ അവിടെ നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു, എന്നിട്ട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, നമുക്ക് വളരെ നന്ദിയുണ്ട് മണിസാറിനോട്, അല്ലേ? അതെ, മണിസാറിന്റെ ഗുരുവന്ദനത്തിലോട്ട് കിടക്കാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ആകസ്മികമായി ഒരു ഫോൺ കോൾ വന്നപ്പോൾ അറിയാത്ത ഒരു നമ്പറാണല്ലോ ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ റെൻസ് നമ്മളെ വിളിച്ചത്. വിവരം പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിച്ചു. തീർത്ത് സുഖമില്ലാത്തൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നാലും എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒന്ന് കാണുന്ന ആ കാര്യം ഓർത്തപ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് വന്നു. അങ്ങനെ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വേദിയിൽ നിങ്ങളെ ഓരോരുത്തരെയും കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങൾ ഞങ്ങളെ മറക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാനും പഴയകാല കാര്യങ്ങളൊക്കെ ഓർക്കുന്നതിനും നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഈ പ്രോഗ്രാമുകൾ കാണുമ്പോൾ ആളുകൾ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കലാപരിപാടികൾ തന്നെയാണ്, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ നമുക്കിപ്പോൾ ഏതാണ് കലാപരിപാടി ചെയ്യുന്നത്? വിനോദിന്റെ ഒരു പാട്ടായാലോ? വിനോദിന്റെ പാട്ടാണ്. വിനോദിന്റെ ബ്രഹ്മകമലം എന്നുള്ള സിനിമാ ഗാനമാണ്. വിനോദിന്റെ 1-2 ആരാധകർ എന്നെ പല പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞു, എന്താണ് വിനോദിന്റെ പാട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ ആ ഒരു ആകാംക്ഷയ്ക്ക് ഇത്തവണ നമുക്ക് വിരാമം ഇട്ടേക്കാം. വിനോദിനെ കുറിച്ച് എന്താ പറയുക? വിനോദ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ മെയിൻ ആളാണ്. പിന്നെ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റിയിലെ പിന്നെ മിമിക്രിക്കാരനാണ്. അങ്ങനെ പല പല മേഖലകളിൽ വളരെയധികം ശോഭിക്കുന്ന ആളാണ്. അത് നമ്മുടെ കലാപരിപാടികൾ മൊത്തത്തിൽ തന്നെ കോർഡിനേറ്റ് ചെയ്ത് അതിനുവേണ്ടി തലേ ദിവസം തന്നെ ഇവിടെ എത്തി റിഹേഴ്സൽ നടത്താൻ പോലും മുൻകൈ എടുത്ത ആളാണ് വിനോദ്. അപ്പൊ ഈ കലാപരിപാടികളിൽ വിനോദിന്റെ ഒരു വലിയ റോള് എല്ലാത്തിലും വിനോദിന്റെ ആ ഒരു മുദ്ര പതിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിനോദിന്റെ പാട്ടിലേക്ക് പോകാം, അല്ലേ? ഓക്കെ. ബ്രഹ്മകമലം ശ്രീലകമാകി
നാദ ബ്രഹ്മസുധാമയീ. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ. വീണധരി ശാദോധരി പാഹി മാം പരിപാഹി മാം. കമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ. ദേവി മഹാത്മ്യലഹരിയിലൻ മനം സർഗസാഗരമാകേണം. ദേവി മഹാത്മ്യലഹരിയിലൻ മനം സർഗസാഗരമാകേണം. നൈവേദ്യമന്ത്രാങ്കുരങ്ങളിൽ അമ്മേ അന്നപൂർണാമൃതമരുളേണം. ആത്മപൂജാ മുദ്രകളിൽ ദേവി ഭാവതരംഗമുയർത്തേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ. ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. ജന്മജന്മാന്തര പാപശിലകൾ പുണ്യസോപാനമായി മാറേണം. പുണ്യജലബിന്ദുവിൽ ദേവി കാരുണ്യവാരിധി ഉണരേണം. നിത്യവും നിൻ ചേതനയിൽ കരുണാമലയമാരുതനൊഴുകേണം. ബ്രഹ്മകമലം ശ്രീലകമാകിയ നാദ ബ്രഹ്മസുധാമയീ. വീണധരി ശാദോധരി പാഹി മാം പരിപാഹി മാം. വിനോദിന്റെ പാട്ട് എന്ത് ഭംഗിയായിരുന്നു കേൾക്കാൻ അല്ലേ? അതെ അതെ, വിനോദിന്റെ പാട്ട് വളരെ മധുരതരമായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നത് പഴയ ഒരു ചൂരൽ കഷായത്തിന്റെ കൈപ്പേറിയ ഓർമ്മകളുമായിട്ട് മാത്യു സാറാണ്. അതെ, മാത്യു സാറ് 1970 മുതൽ 21 വർഷത്തോളം നമ്മുടെ സ്കൂളിൽ കണക്ക് പഠിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, സ്ഥിരമായിട്ട് 7ാം ക്ലാസ്സിലെ കണക്ക് മാഷ് മാത്യു സാറായിരുന്നു. നമ്മുടെ ചാക്കോ മാഷിന്റെ കണക്കിന്റെ ഈ ലോകം തന്നെ കണക്കിന്റെ സ്പന്ദനത്തിലൂടെയാണെന്ന് പറഞ്ഞ ചാക്കോ മാഷിന്റെ ഒരു ഓർമ്മയാണ് നമുക്ക് മാത്യു സാർ സമ്മാനിക്കുന്നത്. പക്ഷേ ഇന്ന് മാത്യു സാർ വരുന്ന ചൂരൽ കഷായത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളൊന്നും ആയിട്ടൊന്നും അല്ല, വളരെ മധുരോദാരമായ വാക്കുകളിലൂടെ നമുക്ക് കുറച്ച് ഉപദേശങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മാത്യു സാർ എത്തുന്നത്. മാത്യു സാറിന്റെ വാക്കുകൾ. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ അധ്യാപക സുഹൃത്തുക്കളെ പലരെയും കണ്ടുമുട്ടാൻ സാധിച്ചു. ഞങ്ങൾ പഠിപ്പിച്ച, പ്രത്യേകിച്ച് ഞാൻ വേദനിപ്പിച്ച അനേകം കുട്ടികൾ കൺമുമ്പിലിരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ഓർത്തു പോവുകയാണ്. ഞാൻ ഇവിടെ UP സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 1974 വലിയ ഉരുളുപൊട്ടലുണ്ടായ ആ സമയം, ആ ജൂൺ മാസത്തിലാണ് ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞാനും ഭാര്യയും ഒന്നിച്ച് ട്രാൻസ്ഫർ വാങ്ങി ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. 1 മുതൽ 95 വരെ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. 95 പ്രൊമോഷൻ കിട്ടിയാണ് ഞാനിവിടെ നിന്ന് പോയത്. ഞാൻ വന്നതിന് ശേഷം കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്ത് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതിച്ചത് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഈ ബാച്ച് 7ാം ക്ലാസ്സിൽ വന്നപ്പോൾ ഈ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ബാച്ചിൽ ഏറ്റവും കൂടുതൽ എബോവ് ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു ബാച്ചാണെന്ന് ഞാൻ ഓർക്കുന്നു. ഹൈസ്കൂൾ തുടങ്ങിയപ്പോൾ
ഇവിടെ അടുത്തുള്ള സമീപ സ്ഥലങ്ങളിലുള്ള സ്കൂളുകളേക്കാൾ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയതും ഈ സ്കൂളാണ്. ഈ ബാച്ചാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വാങ്ങിയിട്ടുള്ളത് ഈ സ്കൂളിൽ. അങ്ങനെ പല കാര്യങ്ങളിലും ഈ വിദ്യാർത്ഥികൾ, ഈ ബാച്ച് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ദേവികുളം താലൂക്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി SLC പാസ്സായത് ഈ ബാച്ചിൽ എൻ്റെ മകൻ വെറ്റ്സി മാത്യു ആണ്. അതിന് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള സമ്മാനങ്ങളും അനേക സമ്മാനങ്ങളൊക്കെ വാങ്ങിയത് ഞാൻ ഓർക്കുന്നു. ഈ ബാച്ചിൽപ്പെട്ട അനേകർ എബവ് ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ഞാൻ പലപ്പോഴുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉയർന്ന നിലയിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്നറിയുന്നു. നമ്മുടെ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജോലി ചെയ്യുന്ന ചിലരെയൊക്കെ കാണാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പഠിപ്പിച്ച എൻ്റെ വിദ്യാർത്ഥികൾ നല്ല നിലയിൽ എത്തിയെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി കൈവിലങ്ങുമായിട്ട് പോലീസ് അകമ്പടിയോടെ കോടതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച അടിമാലിയിൽ ഞാൻ കാണാനിടയായി. മോഷണ കേസിൽ പ്രതിയായ ഒരു വിദ്യാർത്ഥി അതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലുമായില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ ഞാൻ ഏറെ കരഞ്ഞു. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി മോഷണ കേസിൽ പ്രതിയായി കോടതിയിലേക്ക് പോയത് കണ്ടപ്പോൾ വേദനിച്ചു. ഇപ്പോഴും ആ വേദന മാറിയിട്ടില്ല പ്രിയരെ. അതിനിടയായതിൽ വേദനയുണ്ട്. കാരണം അങ്ങനെയുള്ള ചില കുട്ടികളെ, ആ കുട്ടിയെ ഉൾപ്പെടെ ഞാൻ വിളിച്ച് ശാസിച്ചിട്ടുണ്ട്. അവരുടെ ഗാർഡിയൻസിനെ അവർക്ക് സംസാരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്തിൽ ഇവിടെ ഈ കൊക്കോ തോട്ടത്തിൽ പോയി കൊക്കോ മോഷണം നടത്തിയതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വഴക്ക് പറയുകയും രക്ഷകർത്താക്കളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അന്ന് രക്ഷകർത്താക്കൾ കുട്ടിക്ക് സഹായമായി നിന്നു. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, മറ്റുള്ളവർ കൂടി ചെയ്യിച്ചതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവസാനം കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോയത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. പ്രിയ മക്കളെ, നിങ്ങളിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. നിങ്ങളുടെ കുട്ടികളെ നല്ല സ്വഭാവമുള്ളവരാക്കി വളർത്തണം. വിദ്യാഭ്യാസം മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണത്തിനും കൂടി പ്രാധാന്യം നൽകണം. നിങ്ങളെങ്കിലും നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്തണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നല്ല നിലയിലെത്തിയ കുട്ടികളെ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണാനിടയായതിൽ വലിയ സന്തോഷമുണ്ട്. ഈ വാർദ്ധക്യത്തിലും രോഗാവസ്ഥയിലും കടന്നു വന്നത് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ ഉള്ള ആഗ്രഹം കൊണ്ടാണ്. തുടർന്നും നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സ്നേഹം നിലനിൽക്കട്ടെ. ഞാൻ വേദനിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണല്ലോ നിങ്ങളെവരും, അതെല്ലാം ക്ഷമിക്കുക. എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് സാറിൻ്റെ വാക്കുകൾക്ക് ഏറെ നന്ദി സാർ. അപ്പോൾ മാത്യു സാർ വളരെ വികാരാധീനനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത നമുക്ക് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹം തൊണ്ടയിട്ടുണ്ട്. വളരെയധികം സങ്കടത്തോടെയാണ് സംസാരിച്ചത്. നമ്മൾക്കെല്ലാം അത് കണ്ടപ്പോൾ എനിക്കുൾപ്പെടെ എല്ലാവർക്കും കണ്ണു നിറഞ്ഞു പോയി. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ നമ്മുടെ ശശികുമാർ സാറിൻ്റെ കാര്യം കൂടെ ഓർക്കുകയാണ്. ശശികുമാർ സാർ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പറയാൻ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ, നമ്മുടെ ബുക്ക് ബൈൻഡിങ്ങിൻ്റെ സൊസൈറ്റി ആണെങ്കിലും ആ സ്കൂളിൽ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന നിരവധി മരങ്ങൾ, അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് സാറാണ്. അവിടെ ഒരു പൂന്തോട്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ ആ ഓർമ്മകളുമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ശശികുമാർ സാറിൻ്റെ മകൻ പ്രദീപ് നമ്മുടെ ഒപ്പം ഉണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പാട്ട് നമ്മൾക്ക് ആസ്വദിക്കാം. ആ നല്ലൊരു പാട്ട് എന്ന് പറഞ്ഞാൽ പാപ്പാക്കത്തെ എന്ന് പറയുന്ന ഹിറ്റ് സോങ് ആണ് ഹിന്ദിയിലെ. ഉദിത് നാരായണനാണ് പാടിയിരിക്കുന്നത്, അമീർ ഖാനാണ് ആ രംഗത്ത് അഭിനയിച്ചത്. അപ്പോൾ പ്രദീപ് അത് തകർത്ത് പാടിയിട്ടുണ്ട്. ഇനി പ്രദീപിന്റെ മകളും പിന്നീട് നമ്മുടെ ഒരു ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രദീപിന്റെ ഹിന്ദി പാട്ട് പാപ്പാക്കത്തെ റെഡി? അതെ, റെഡി. पापा कहते हैं बेटा नाम करेगा, बेटा हमारा ऐसा काम करेगा, मगर एक दो कोई न जाने है मेरी मंजिल है कहाँ. पापा कहते
हैं बड़ा नाम करेगा, बेटा हमारा ऐसा काम करेगा, मगर ये तो कोई न जाने है मेरी मंजिल है कहाँ। पापा कहते हैं बड़ा नाम करेगा, बेटी हम मिलके सब यारों अपने सबके दिलों में फरमाए हैं। बेटी हम मिलके सब यारों अपने सबके दिलों में फरमाए हैं। वो जिंदगी में कल क्या बनेगा, सर इतना सर का सपना ये है, कोई की जिम्मेदारी का काम करेगा, बिजनेस में कोई अपना नाम करेगा। मेरी नजर से देखो तैयारो है मेरी मंजिल ये कहाँ। पापा कहते हैं बड़ा नाम करेगा, मेरा तो सपना है चेहरा, देखो जो उसको झूमे बाहर। मेरा तो सपना है चेहरा, देखो जो उसको झूमे बाहर। वो जिंदगी में कलियों का मौसम, आंखों में जादू, होठों के प्यार, बनसा है खूबसूरत काम करेगा, दिल की दुनिया में अपना नाम करेगा। मेरी नजर से देखो तो यारो है मेरी मंजिल है कहाँ। पापा कहते हैं बड़ा नाम करेगा, പ്രദീപിന്റെ ഹിന്ദി പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എന്ത് ഭംഗിയായിരുന്നു ആ ഹിന്ദി പാട്ട് കേൾക്കാനായിട്ട്. പിന്നെ ഉറപ്പായിട്ടും അത് ആ പാട്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. പിന്നെ അതിൻ്റെ ഒപ്പം പ്രദീപിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു. ഒരു പ്രൊഫഷണൽ ഗായകൻ എങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു അത്ര മനോഹരമായിട്ട് ആ ഭാവങ്ങളും ചലനങ്ങളും ഒക്കെ പ്രദീപ് വളരെ ഭംഗിയായിട്ട് അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ കുറേ പേര് അന്ന് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. നല്ല പാട്ടായിരുന്നു, കേൾക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതെ അതെ അതെ. നമുക്ക് ഇനിയിപ്പോൾ പാട്ടിൽ നിന്ന് നമുക്ക് നേരെ ഗുരുവന്ദനത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. നമ്മൾ ഗുരുവന്ദനത്തിൽ ആരെയാണ് അടുത്തായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? നമ്മുടെ വത്സ ടീച്ചർ എന്ന ബ്രിജിത്ത് ടീച്ചറാണ് അടുത്തായി ഗുരുവന്ദനത്തിൽ. അതെന്റെ അയൽവക്കംകാരി ടീച്ചറുമാണ്. അതെ, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോഴും അപ്പോഴും എല്ലാം.
ശരിയാണ്. അപ്പോൾ ബ്രിജിത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിമാലിയിൽ പലർക്കും അറിയണമെന്നില്ല. ടീച്ചർ പഠിപ്പിച്ച ഒത്തിരി തലമുറകൾ തന്നെ അടിമാലിയിലുണ്ട്. തൈക്കണ്ട മത്സ്യ ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൃത്യമാണ്, പിന്നെ അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ ടീച്ചർ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ അടിമാലിയിൽ ഇതുപോലെയുള്ള താമസ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന പല ടീച്ചേഴ്സും നമ്മുടെ ഈ വത്സ ടീച്ചറിന്റെ വീട്ടിൽ താമസിച്ചാണ് നമ്മുടെ സ്കൂളിൽ അധ്യാപകരായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വത്സ ടീച്ചറിലേക്ക് എത്താം അല്ലേ? ഏറെ സന്തോഷത്തോടും അതിലേറെ സ്നേഹത്തോടും കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ കുട്ടികൾ, ഒരു 5-6 കുട്ടികൾ കഴിഞ്ഞ മാസം എൻ്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ എൻ്റെ വയറ്റിൽ പിറന്ന കുട്ടികളെപ്പോലെ തന്നെയാണ് ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നത്. ഞാൻ ഇപ്പോഴും നല്ല ആരോഗ്യവതിയായിട്ട് അടിമാലി ടൗണിൽ കൊണ്ട് ഓടി നടക്കുന്നുണ്ട്, അന്നത്തെ പോലെ തന്നെ. അപ്പോൾ പോകുന്ന വഴിക്ക് പല കുട്ടികളെയും കാണും, അവരെന്നെ കാണുമ്പോൾ ഓടി വരും. വളരെ സ്നേഹമാണ്. എന്നെ 1 പഠിപ്പിച്ചതാണ്, 3 പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. അപ്പോൾ പിന്നെ ഈ വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ കൂടുതലും പേരും അടിമാലി തന്നെയാണ് താമസിക്കുന്നത്. അവരോട് എപ്പോഴും കാണാറുണ്ട്. മാത്യു സാറ് അടിമാലി വരുമ്പോഴെല്ലാം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ദൈവാനുഗ്രഹമാണ്. പിന്നെ കുട്ടികളോട് എനിക്ക് കാര്യം പറയാനുള്ളത്, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് കുടുംബജീവിതം നയിക്കുന്നവരാണ്. ഭാര്യയും ഭർത്താവും ഇപ്പോൾ ഒന്നിച്ച് ഒരു സമയത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നത്. വൈകിട്ട് ഒരു സമയത്ത് തിരിച്ചു വരും. അപ്പോൾ ബാക്കി ചുരുങ്ങിയ സമയത്ത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ കുടുംബജീവിതം നയിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്കിലേ കുടുംബജീവിതം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിശ്ചിത സമയം ജോലി പൂർത്തിയാക്കുക. യഥാകാലം നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തമ്പുരാൻ നൽകും. ദൈവത്തിന് സ്തുതി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ തന്ന പൂർണ്ണമായ പിന്തുണയാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. നമ്മുടെ പ്രോഗ്രാമിൽ പുതിയ സെഗ്മെന്റ് ഇന്ന് ആരംഭിക്കുകയാണ്. കാരണം അത് പുതിയതായിട്ടാണ്, നമ്മൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. നമ്മുടെ വീടുകളിൽ നടക്കുന്ന നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ ആണെങ്കിലും കുടുംബാംഗങ്ങളുടെ ആണെങ്കിലും എല്ലാം ഇത്തരമുള്ള ജന്മദിനം, അതുപോലെ തന്നെ അവർ വിവാഹ വാർഷികം, ഇതെല്ലാം നമ്മുടെ എപ്പിസോഡിന്റെ ഒരു ഭാഗമാക്കി തീർക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യമായിട്ട് ആർക്കാണ് ബർത്ത്ഡേ വിഷസ് ആശംസിക്കുക? നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ പ്രിയപ്പെട്ട സജീവിന്റെ ബർത്ത്ഡേ ആഘോഷമാണ് ആദ്യമായിട്ട്. സജീവിൻ്റെയാണ്. അതായത് സജീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിന്റെ സ്ഥാപക നേതാവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് സജീവിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഒപ്പം സജീവിന്റെയും കുടുംബത്തിന്റെയും ഈ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ട് നമ്മൾ ആശംസകൾ അറിയിക്കുന്നു. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. അടുത്തത് ഡോക്ടർ റെൻസിന്റെ വിവാഹ വാർഷികം ആണ്. ഓക്കെ, റെൻസിന്റെയും ജെയ്ബിയുടെയും വിവാഹ വാർഷികമാണ്. റെൻസും ഇതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ആണെങ്കിലും നമ്മുടെ റീയൂണിയൻ പ്രോഗ്രാമിന്റെ ആണെങ്കിലും 10 മണിപ്പൂക്കൾ എപ്പിസോഡിന്റെ ആണെങ്കിലും ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ റെൻസും നമ്മുടെ എറണാകുളത്ത് മജിസ്ട്രേറ്റ് ആയിട്ടാണ് റെൻസിന്റെ വൈഫ് ജെയ്ബി വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ രണ്ടുപേർക്കും അവരുടെ ഒരു നല്ല വിവാഹ ജീവിതം അവർക്ക് മുമ്പോട്ട് ആശംസിക്കുന്നു. ഒപ്പം ആ കുടുംബത്തിന്റെയും ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അടുത്തതായി ഞങ്ങളുടെ 10 മണിപ്പൂക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷീജയുടെ ബർത്ത്ഡേ ആണ്. അതെ, നമ്മുടെ ഷീജ അടിമാലിയിലാണ് ജോലി ചെയ്യുന്ന. അടിമാലിയിൽ അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ജീവനക്കാരിയാണ്. ഷീജയുടെ ആങ്ങളെ മനോജും നമ്മുടെ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഷീജയ്ക്ക് നമ്മൾ ദീർഘായുസ് നേരുന്നു, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ഷീജയുടെയും ഷീജയുടെ കുടുംബത്തിൻ്റെയും ഈ സന്തോഷത്തിൽ 10 മണിപ്പൂക്കൾ ഒന്നാകെ
അവരോടൊപ്പം പങ്കുചെയ്യുന്നു അല്ലേ? അതെ. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. നമ്മുടെ അടുത്തത് നമ്മുടെ ബിനോജിന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. യെസ്, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ബിനോജിനും ബിന്ദുവിനും നമ്മൾ 10 മണിപ്പൂക്കളുടെ എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം ആശംസിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മൾ 10 മണിപ്പൂക്കൾ ഒന്നാകെ ഈ അവസരത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ ജനറൽ കൺവീനർ, നമ്മുടെ ഗ്രൂപ്പിന്റെ നെടും തൂൺ, അങ്ങനെയൊക്കെ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് വേണം ബിനോജിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഈ അവസരം അതിനുവേണ്ടി നമുക്ക് വിനിയോഗിക്കാം അല്ലേ? അതെ അതെ. അടുത്തത് നമുക്ക് ആർക്കാണ് വിഷു കൊടുക്കേണ്ട പാത്തു? അത് നമ്മുടെ ദുബായ് സുൽത്താൻ ഷാനവാസിന്റെ മകൻ അബിൻ ഷായുടെ ജന്മദിനമാണ്. ഓക്കെ, കടലിനക്കരെ നിന്നും അല്ലേ? അതെ. ഷാനവാസ് നമ്മുടെ ഗ്രൂപ്പിന്റെ എല്ലാമാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഇത്രയും ദൂരെ ആണെങ്കിൽ പോലും നമ്മുടെ ഗ്രൂപ്പിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോട് ഒപ്പമാണ്. അബിൻഷാ എനിക്ക് പേഴ്സണലി അറിയാം കേട്ടോ, ഞാൻ അന്ന് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി മാറിയ അബിൻഷായുടെ ജന്മദിനത്തിൽ അബിൻഷായ്ക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നമ്മൾ നേരുന്നു. 10 മണിപ്പൂക്കളുടെ പേരിലും ഞങ്ങളുടെ പേരിലും. അതെ, ഒപ്പം ആ കുടുംബത്തിന്റെ കടലിനക്കരെ ആ കുടുംബത്തിന്റെ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഓക്കെ, Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. പുതുതായി നമ്മൾ ഏർപ്പെടുത്തിയ വിഷസ് സെഗ്മെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമല്ലോ. കാരണം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, നമ്മുടെ കുട്ടികളുടെ ജന്മദിനം, അതുപോലെ നമ്മളുടെ വിവാഹ വാർഷികം, അതുപോലെ പേരക്കുട്ടികളുടെ ഇത് നമുക്ക് പലർക്കും പരസ്പരം അറിയില്ല. നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ നമുക്കത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടി കൂടി നമുക്ക് ഈ പ്രോഗ്രാമിനെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ വിശേഷ അവസരങ്ങളും, നല്ല വിശേഷങ്ങളും, ബർത്ത്ഡേ വിഷസ് ആണെങ്കിലും കൊച്ചുമക്കളുടെയും പേരക്കുട്ടികളുടെയും നമ്മളെ മുൻകൂട്ടി അറിയിക്കണം. നമ്മളെ മുൻകൂട്ടി അറിയിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ അവർക്കുള്ള ആശംസകൾ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ സജീവമാക്കി കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ സെഗ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ 10 മണിപ്പൂക്കളുടെ ചാനൽ കൂടുതൽ ജീവസുറ്റതാവുക. അതുകൊണ്ട് ഇത് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ആളുകളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ലൈക്ക് ചെയ്യിപ്പിക്കുക, ഷെയർ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ വീണ്ടും അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമുക്ക് പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.